ADGPക്കെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ DGP സമയപരിധി അവസാനിച്ച് 2 ദിവസമായിട്ടും റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് ലഭിച്ചയുടൻ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടുമില്ല. ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, ഇന്ന് പുലർച്ചയോടുകൂടി മുഖ്യമന്ത്രിയുടെ കയ്യിൽ DGP റിപ്പോർട്ട് എത്തിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ട് എത്തിയിട്ടില്ല. പൂരം കലക്കലിന്റെ കാര്യത്തിലും റിപ്പോർട്ട് എത്തിയിട്ടില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോഷി? അരുൺകുമാർ, ഇന്നലെ പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘത്തിൻ്റെ യോഗം വിളിച്ചു ചേർത്ത ഇന്നലെ റിപ്പോർട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷേ ഇന്നലെ രാത്രി റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈവശം എത്തിയില്ല. ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും റിപ്പോർട്ട് കൈമാറുന്നത് വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം വ്യക്തമല്ല. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, അത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ തുടർ നടപടിയിലേക്ക് സർക്കാരിന് കടക്കാൻ പറ്റൂ. ഇതിൽ ഏറ്റവും പ്രധാനം CPI ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാടാണ്. CPI കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന്. പക്ഷേ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റൂ എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതും. പക്ഷേ ആ റിപ്പോർട്ട് സമയപരിധി അവസാനിച്ച് 2 ദിവസം പിന്നിടുമ്പോഴും ആ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറും എന്ന വിവരങ്ങളാണ് ഒടുവിലും പോലീസ് ആസ്ഥാനത്ത് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് ലഭിച്ചാൽ അത് പരിശോധിച്ച് താമസിയാതെ തന്നെ നടപടിയിലേക്ക് സർക്കാർ കടക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിനൊപ്പം മറ്റ് കടുത്ത നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. കാരണം സഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ തുടങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ആയിരിക്കില്ല. പ്രതിപക്ഷം കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ സഭയ്ക്കകത്ത് ഉയർത്തും. അതിനൊപ്പം തന്നെ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം. ശരി, റിപ്പോർട്ട് ഇന്ന് തന്നെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ്. റോഷിപാൽ, ഈ തൃശൂർ പൂര കലക്കൽ റിപ്പോർട്ട് തന്നെ മതിയാകും ADGPക്കെതിരെ നടപടിയെടുക്കാൻ എന്നാണ് K. രാജൻ ഇന്നലെ ശക്തമായ നിലപാടെടുത്തത്. CPIയുടെ നിലപാടും അതുതന്നെയാണ്. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ അതിന് മുഹൂർത്തമൊന്നും കുറിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു ബിനോയ് വിശ്വം ചോദിച്ചത്. റിപ്പോർട്ട് കൈമാറിയാൽ അതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം സജീവമാകുന്നതിനിടയ്ക്ക് നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നതായിരിക്കുമോ തന്ത്രം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അത് പ്രതിക്കൂട്ടിലാകും. കാരണം ADGPയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല CPI പരസ്യമായി പലവട്ടം നിലപാട് എടുത്തതാണ് ADGPക്കെതിരെ നടപടി വേണമെന്ന്. ജനയുഗം തന്നെ മുഖപ്രസംഗം എഴുതുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് അത് കൃത്യമായി പാലിക്കപ്പെടും. അതിനപ്പുറത്തേക്ക് തിങ്കളാഴ്ച സഭാ സമ്മേളനം വീണ്ടും തുടങ്ങുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് BJP RSS നേതാക്കളുമായി നടത്തിയ ADGPയുടെ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിലെ ദുരൂഹത ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കി നേരെ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുക. അതിനിടയിൽ ADGPക്കെതിരെ നടപടി വന്നില്ലെങ്കിൽ ADGPയെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണവും അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. അവിടെ സ്വാഭാവികമായും മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകും. അതിനുള്ള അവസരം എന്തായാലും സർക്കാർ നൽകില്ല പ്രതിപക്ഷത്തിന്. മാത്രവുമല്ല CPIയും കടുത്ത നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ റിപ്പോർട്ട് വന്നാൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരിശോധന വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനവും. ശരി, ഏതായാലും നടപടികളിലേക്ക് വേഗത്തിൽ കടക്കുക എന്നത് തന്നെയാണ് സർക്കാർ ഉടൻ എടുക്കാൻ പോകുന്ന തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷിപാൽ, അപ്പോൾ അത് പ്രഖ്യാപനം മാത്രമാകുമോ അതോ മറ്റ് റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം ഈ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നതാണോ? ഇതിന്റെ ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ വലിയ കാര്യമായി പ്രഖ്യാപിച്ചതാണല്ലോ ഈ ത്രിതല അന്വേഷണം എന്നത്. വിനീത, മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന പ്രത്യേകിച്ച് തൃശൂർ പൂരം കലക്കൽ വിഷയം, ആ വിവാദ വിഷയത്തിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം, ആ ത്രിതല അന്വേഷണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.
കാരണം ഇപ്പോഴും അന്വേഷണം തുടങ്ങിയിട്ടില്ല. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് CPI തന്നെ ആ പരസ്യ നിലപാടെടുത്തതാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്നും തൃശ്ശൂർ പൂരമാണ്. അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതായിരുന്നു പൂരം കലക്കലിലൂടെ ലക്ഷ്യമിട്ടത് എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചതും. 3 തലത്തിലുള്ള അന്വേഷണം, അത് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും മറ്റൊന്ന് ADGPമാരുടെ നേതൃത്വത്തിലുള്ള 2 തരത്തിലുള്ള അന്വേഷണവുമാണ്. അത് ക്രൈംബ്രാഞ്ച് മേധാവിയും ഒപ്പം ഇതിനൊപ്പം തന്നെ മനോജ് ബ്രാം അടക്കം ഇങ്ങനെ അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷേ അന്വേഷണം ഇതുവരെ തുടങ്ങാത്തത് ഉത്തരവ് ഇറങ്ങാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉത്തരവ് ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ അന്വേഷണത്തിലേക്ക് കടക്കൂ എന്ന നിലപാടിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്തുന്നു. ഏതായാലും ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു വരണമെങ്കിൽ ഈ അന്വേഷണം നടക്കണമെന്ന നിലപാടിലേക്ക് അത് CPI അടക്കം പ്രത്യേകിച്ച് LDFിൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും കർശന നിലപാടിലാണ്. പക്ഷേ കോൺഗ്രസ് വ്യത്യസ്ത നിലപാടാണ്. UDF ഇപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തെ UDF നേതൃത്വം അംഗീകരിക്കുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തിയുള്ള പ്രക്ഷോഭമാണ് UDF നേതൃത്വത്തിൽ നടക്കുന്നതും. ശരി, ഏതായാലും ADGPക്കെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ DGP സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. സമയപരിധി അവസാനിച്ച് 2 ദിവസമായിട്ടും റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചേക്കുമെന്ന സൂചനകളുണ്ട്, എന്നാൽ ഇതിൽ വ്യക്തതയില്ല. റിപ്പോർട്ട് ലഭിച്ച ശേഷം MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം.